കുമാർജി, എം.ഒ. മത്തായി, നെഹ്റുവിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആൾ, അദ്ദേഹം ഒരു ബുക്ക് എഴുതി, റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ്. അപ്പോൾ അതിൽ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം പലപ്പോഴും എന്താ മെഗലോമാനിയാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ഞാനിതായിരുന്നു, നെഹ്റു എന്നെ പലതിനെ ആശ്രയിച്ചിരുന്നു, ഞാനാണ് പലതും നെഹ്റുവിന് പറഞ്ഞു കൊടുത്തത്, ഇങ്ങനെയൊക്കെയാണ് അതിൽ കാര്യങ്ങൾ. പക്ഷേ വാട്ട് വാസ് ഹീ ആക്ച്വലി? ഇയാൾ എങ്ങനെ, ഇയാൾ പറയുന്ന ഒരു ലെറ്റർ അയച്ചിട്ട് എന്നെ അന്ന് ആസാമിൽ വന്ന് കാണാൻ പറഞ്ഞു, ചെന്ന് കണ്ടു. എന്നാൽ പിന്നെ അലഹബാദിൽ ആനന്ദഭവനിൽ വന്നിട്ട് വീണ്ടും കാണും, അതിനുശേഷം തീരുമാനിക്കാം, അപ്പോൾ എനിക്ക് ശമ്പളമൊന്നും വേണ്ട, ഞാൻ അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്തോളാം. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായില്ല, നെഹ്റുവിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ മാറ്റി വെച്ചിട്ട് വന്നു. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആക്ച്വലി വാട്ട് വാസ് ഹീ എന്നുള്ളത് ഈ ബുക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് സതീഷ്, CP മാത്തൻ എന്ന് പറഞ്ഞ അതിന് M.O. മത്തായിയുടെ കാര്യം, ഈ പുസ്തകത്തിൽ M.O. മത്തായി പെട്ടെന്ന് ഒരു കഥാപാത്രമായിട്ട് വരികയും നെഹ്റുവായിട്ടുള്ള ബന്ധം മാത്രമാണ് അയാൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അയാൾ ആരാണ് എന്നുള്ളത്, ഞാൻ ആരുടെ മകനാണ്, ഞാൻ എവിടെ ജനിച്ചു, അതിൽ എൻ്റെ വിദ്യാഭ്യാസം എവിടെ ആയിരുന്നു, എൻ്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മത്തായി വളരെ തന്ത്രപൂർവ്വം മറച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത്, മത്തായി ആലുവ UC കോളേജിലാണ് പഠിച്ചിരുന്നത്. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരിക്കാം തീർച്ചയായിട്ടും. യൂണിവേഴ്സിറ്റിയാണ് കേരളം. അപ്പോൾ അത് ഒരു ഈ നെഹ്റുവിൻ്റെ അടുത്ത് ഇയാൾ എത്തുന്നത് നെഹ്റുവിൻ്റെ ഒരു പരിചയക്കാരനായ ഒരു ബ്രിട്ടീഷ് ബാരിസ്റ്ററുടെ കത്തുമായിട്ടാണ് എത്തുന്നത്. അങ്ങനെയാണ് ഇയാൾക്ക് നെഹ്റുവിൻ്റെ അന്തഃപുരങ്ങളിലേക്ക് പ്രവേശനം കിട്ടുന്നത്. അതെങ്ങനെ ഈ ബാരിസ്റ്ററുടെ അടുത്ത് ഇയാൾ എത്തിയെന്ന് ചോദിക്കുമ്പോഴാണ് കേരളത്തിൽ വേറൊരു പ്രശ്നം, ഇതുവരെ മറഞ്ഞിരിക്കുന്നൊരു പ്രശ്നം രംഗത്ത് വരുന്നു. ഒന്ന്, നമുക്കിവിടെ ഒരു സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നായ ട്രാവൻകൂർ നാഷണൽ ആൻഡ് കൊയിലോൺ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ട്രാവൻകൂർ നാഷണൽ ആൻഡ് കൊയിലോൺ ബാങ്ക് സർ CP ദിവാനായിരുന്ന സമയത്തായിരുന്നു ആ ബാങ്ക് അമാൽഗമേറ്റ് ചെയ്ത്. ഈ നമ്മുടെ മലയാള മനോരമയുടെ ഉടമസ്ഥനുണ്ടായിരുന്നു കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അയാളും പിന്നെ CP മാത്തനും കൂടിയാണ് ആ ബാങ്കിൻ്റെ ജോയിൻ്റ് ഓണേഴ്സ് ആയിരുന്നു. പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നൊക്കെ പറയും. അത് പക്ഷേ ഇവർ രണ്ടുപേരുമാണ് അതിൻ്റെ മേജർ ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു. CP മാത്തൻ ആ ബാങ്കിൻ്റെ CMD ആയിരുന്നു, ഇയാളൊരു ഡയറക്ടറായിരുന്നു. ആരാ? ഈ വർഗീസ് മാപ്പിള, കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഈ ബാങ്ക് പൊളിഞ്ഞു. ഈ ബാങ്ക് പൊളിഞ്ഞതിന് CP രാമസ്വാമി അയ്യരെയാണ്, അന്നത്തെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരെയാണ് അവർ കുറ്റം പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ അവരൊക്കെ CP രാമസ്വാമി അയ്യരെ ചീത്ത പറയും. ഈ ബാങ്ക് പൊളിച്ചതിന് പ്രധാന ഉത്തരവാദി CP രാമസ്വാമി അയ്യരാണ്. യഥാർത്ഥ സംഭവം അതൊന്നുമല്ല. റിസർവ് ബാങ്കിൻ്റെ ചരിത്രത്തിൽ ഈ ബാങ്ക് പൊളിയാനുള്ള കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. ആര്? വർഗീസ് മാപ്പിളേനെയും പിന്നെ CP മാത്തനെ അറസ്റ്റ് ചെയ്തു. CP മാത്തൻ വലിയൊരു ധനാഢ്യനായിരുന്നു. അയാൾക്ക് ഈ ബാങ്ക് പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഒരു കോടീശ്വരനായിരുന്നു. അത് തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാൾ CP മാത്തനായിരുന്നു. ഇപ്പോൾ ഈ ഇവരെ ജയിലിൽ ശിക്ഷിച്ചു. കോടതി ഇവരെ 2 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്തു? CP മാത്തൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, ഉടനെ ബ്രിട്ടനിൽ നിന്ന് അയാളുടെ പരിചയത്തിൽപ്പെട്ടൊരു വക്കീലിനെ അവരിവിടെ കൊണ്ടുവന്നു, ഇയാളുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കേസിന് CP മാത്തൻ ഇതിൻ്റെ ബാങ്കിൻ്റെ ചരിത്രവും ബാങ്കിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് CP മാത്തൻ്റെ സ്റ്റെനോഗ്രാഫറായിരുന്ന മത്തായിനെയാണ് നിയോഗിച്ചത്, M.O. മത്തായിനെ. അവസാനം കേസ് കഴിഞ്ഞ് മറ്റേ ഈ വക്കീൽ തിരിച്ചു പോകേണ്ട സമയമായി. ഇപ്പോൾ മാത്തൻ്റെ അടുത്ത് ഇയാൾക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ കൂടെയാണ് 2 വർഷം 3 വർഷമായിട്ട് ജോലി ചെയ്തത്. ആരുടെ കൂടെ? ഈ വക്കീലിൻ്റെ കൂടെ. അയാൾ പോകാൻ നേരത്ത് വക്കീൽ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ബ്രിട്ടനിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഞാനൊരു കാര്യം ചെയ്യാം, നെഹ്റു എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ നെഹ്റുവിനൊരു കത്ത് തരാം, നിങ്ങളെ നെഹ്റുവിൻ്റെ അടുത്ത് പോകും. നെഹ്റു ആണ് ഭാവിയിലത്തെ ആള്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മുടിച്ചൂടാമന്നനാവാൻ പോണ നെഹ്റു ആയിരിക്കും, നിങ്ങൾ അയാളെ പോയി കാണുമെന്ന് പറഞ്ഞു. 1946 ഈ സംഭവം നടക്കുന്നത്. നെഹ്റുവിന് ഇയാളൊരു കത്ത് കൊടുത്തു. ഈ കത്തുമായിട്ടാണ് അങ്ങ് പറഞ്ഞ പോലെ മത്തായി ആസാമിൽ പോയി കാണുന്നു. പിന്നെ അവർ തമ്മിൽ വീണ്ടും അലഹാബാദിൽ വെച്ചിട്ട് ആനന്ദ ഭവനിൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ
പ്രശ്നം. അതായത് നെഹ്റുവും ഇയാളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു അത്ര, ഒരു സ്റ്റെനോഗ്രാഫറെ നിയമിക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല. അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു, അയ്യോ ഞാൻ സാമ്പത്തിക ശേഷിയൊന്നും ചോദിച്ചില്ലല്ലോ, എനിക്ക് ശമ്പളമൊന്നും വേണ്ട, അങ്ങേ സേവിച്ച് അങ്ങയുടെ ഹനുമാനായിട്ട് ഞാനിവിടെ കൂടിക്കോളാം, അങ്ങ് ശ്രീരാമനും ഞാൻ ഹനുമാനുമാണെന്ന് കരുതുക എന്ന് പറഞ്ഞു. ഈ ശമ്പളം വേണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞായിട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, എനിക്ക് സാമ്പത്തികമായിട്ട് ഐ ആം വെൽ ഓഫ് എന്നയാൾ പറയുന്നുണ്ട്. അയാളുടെ വീട്ടിൽ 8 മക്കളോ ഒന്നാണ്ടൊക്കെയാണ് ഈ മത്തായിയുടെ വീട്ടിലേ. അപ്പം ഈ 8 മക്കൾക്ക് അവർ എല്ലാം കാരണവർ നേരത്തെ വീതം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഏറ്റവും മേജർ പ്രോപ്പർട്ടി ഇയാളുടെ പേരിൽ എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ അമ്മയുടെ പേര് അച്ചാമ്മ എന്നോ പേച്ചിയമ്മ അങ്ങനെയാണ്. അത് സതീഷാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ പുസ്തകത്തിൽ അവരുടെ പേരിൽ അതെ. അപ്പോൾ സതീഷ് പറയുമ്പോഴാണ് ഈ പേരിനെ പറ്റിയിട്ട് ഞാൻ അറിയണത് തന്നെ. അപ്പോൾ ഇവർ എങ്ങനെ ഇത്രയും വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലാണ് ഇയാൾ ജനിച്ചതെന്നൊന്നും അയാൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇയാൾ എന്നിട്ട് പറയണേ, ഇയാൾ പോരാൻ നേരത്ത് ഈ നെഹ്റുവിനെ കാണാനോ അത് മറ്റു പോകാൻ നേരത്ത് ഇയാളുടെ പ്രോപ്പർട്ടി മുഴുവനും ഇയാൾക്ക് അയാളുടെ അപ്പനും അമ്മയും എഴുതി വെച്ച് കൊടുത്ത പ്രോപ്പർട്ടി മുഴുവനും അയാളുടെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനായിട്ട് വീതം വെച്ച് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ നെഹ്റു അവിടെ ചെന്ന് ഇയാൾ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം തന്നേച്ചാൽ മതി, ബാക്കി ഞാൻ ഇവിടെ ഈ മൂലയ്ക്ക് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നോളാം, അങ്ങയുടെ ശ്രീരാമനാവും ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നെഹ്റു ഹനുമാനാന്ന് പറഞ്ഞപ്പോൾ നെഹ്റു ഇടിഞ്ഞു ഒളിഞ്ഞു വീണു. അതിനുശേഷം നെഹ്റു എഴുന്നേറ്റിട്ടില്ല. ഇയാളായിരുന്നു ദ്വാരപാലകനും പിന്നെ പ്രധാന പൂജാരിയും എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്, MK നായരുടെ പുസ്തകം വായിച്ചിട്ടില്ലേ, ആരോടും പരിഭവമില്ല. അതിനകത്ത് എം. മത്തായിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എം. മത്തായി എങ്ങനെയാണ് ഓരോ മനുഷ്യരെ പറ്റി വിവരം സമ്പാദിക്കുന്നതെന്നും അയാൾക്ക് ഇഷ്ടപ്പെടാത്തവരെയൊക്കെ അയാൾ എങ്ങനെയാണ് ഒതുക്കുന്നതെന്നുള്ള ചരിത്രം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് പനമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ ഒരു കേസുണ്ട്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഈ തിരുകൊച്ചി സംയോജനമൊക്കെ അത് സതീഷിന് നന്നായിട്ട് അറിയാം, സതീഷ് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ആ സമയത്ത് പനമ്പിള്ളി ഗോവിന്ദമേനോനെതിരെ ഒരു വലിയ ആരോപണം വന്നിരുന്നു, 5.5 ലക്ഷം കേസ് എന്ന് പറഞ്ഞു. 5 ലക്ഷം കേസ്. അപ്പോൾ സർദാർ പട്ടേലിന് പനമ്പിള്ളി ഗോവിന്ദമേനോനെ വലിയ ഇഷ്ടമായിരുന്നു, വലിയ ബഹുമാനമായിരുന്നു. ഒറ്റ കുഴപ്പമുള്ളൂ, പനമ്പിള്ളിനെ പറ്റി പറയണം, ഭയങ്കര ധാർഷ്ട്യമായിരുന്നു. എനിക്ക് ശേഷം ബാക്കിയുള്ളവർ എന്നുള്ള രീതിയിലാണ് മൂപ്പരുടെ എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ അദ്ദേഹത്തെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്താണ് കണ്ടത്. റെയിൽവേ മന്ത്രി എന്തൊക്കെയായിരുന്നു, ഒരു ഉരുണ്ട ഫിയറ്റ് കാറിൽ അദ്ദേഹം പെരുമ്പാവൂർ വന്ന് ഇന്ദിരാഗാന്ധിയുടെ മിനിസ്ട്രിയിൽ റെയിൽവേ മിനിസ്റ്റർ ആയിരിക്കും, നിയമമന്ത്രിയായിരുന്നു. അതിന് മുൻപായിരിക്കും. അതെയോ? മരിക്കുമ്പോൾ റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു. ഓഹോ, 1970 മരിക്കുന്നത്. റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു. ഞാൻ കാണുമ്പോൾ അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നു, നിയമമന്ത്രിയായിരുന്നു. ചിലപ്പോൾ 67 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആദ്യം നിയമമായിരിക്കും കൊടുത്തത്, ബിക്കോസ് ഹി വാസ് എ എക്സലന്റ് ലോയർ. അതെ. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ 5.5 ലക്ഷം കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജിന് ഒരു ചെറിയ കോട്ടം തട്ടി. അപ്പോൾ ഈ സർദാർ പട്ടേലും VP മേനോനും കൂടി ആലോചിച്ചു എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നുള്ളത്. അപ്പം സർദാർ പട്ടേൽ പറഞ്ഞു, പനമ്പിള്ളീനെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു നേതാവാണ്, നല്ല സത്യസന്ധനാണ്, എങ്ങനെ ഈ ഒരു ആരോപണം വന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, അദ്ദേഹം തിരുവിതാംകൂറിൽ നിന്നും അത് അധികാരങ്ങളുടെ കോറിഡോറിൽ നിന്നും കുറച്ച് നാൾ മാറി നിൽക്കട്ടെ, അതിന് നമുക്ക് അദ്ദേഹത്തിനെ എന്തെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാം, ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തിന് അയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ VP മേനോൻ്റെ അടുത്ത് ചോദിച്ചു, സർദാർ പട്ടേൽ ചോദിച്ചു, എവിടെയാന്ന് കണ്ടുപിടിക്കാമോ, എന്താ ചെയ്യുക പറ്റുക എന്ന് ചോദിച്ചു. അപ്പോൾ അന്നത്തെ ക്യാബിനറ്റ് സെക്രട്ടറി പിള്ള എന്ന് പറഞ്ഞ ആളാണ്, AR പിള്ള ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ആയിട്ട്. അത് ഈ ബുക്കിൽ മത്തായി പറയുന്നുണ്ട്. ഓഹോ, ആളെ പറ്റിയിട്ട്. എന്നിട്ട് സർദാർ BP മേനോൻ പിള്ളയായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പിള്ള പറഞ്ഞു, അതിനെന്താ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം, ഒരാളെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്, നമുക്ക് നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സർദാർ പട്ടേൽ VP മേനോന് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് അയച്ചു, ഇന്ന കാരണങ്ങൾ കൊണ്ടെന്ന് പറയും.
കണ്ടിട്ട് പനമ്പള്ളി ഗോവിന്ദമേനോന് ഒരു വിദേശകാര്യ ഓഫീസിൽ ഏതെങ്കിലും ഒരു നയതന്ത്ര പ്രതിനിധിയായിട്ടോ അതിന് തത്തുല്യമായ ഒരു യോഗ്യത എവിടെയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം ചെയ്യുക പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തു ഈ നോട്ട്. അപ്പോൾ ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോണ കടലാസ് മുഴുവനും ദ്വാരപാലകൻ വഴിയേ പോവുള്ളൂ, മത്തായി വഴി. മത്തായി ഇതിലേന്ന് പറഞ്ഞ പോലെ മത്തായി ഈ നോട്ട് പ്രപ്പോസൽ മേടിച്ച് കഴിഞ്ഞിട്ട് വായിച്ചു കഴിഞ്ഞിട്ട് അവിടെ വെച്ചു. 2 ദിവസം കഴിഞ്ഞ് മറ്റേ പിള്ള പ്രധാനമന്ത്രിയുടെ അടുത്ത് ചോദിച്ചു, ഞാനൊരു നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കിട്ടിയില്ല, അതിൻ്റെ ഈ മറ്റേ പനമ്പള്ളി ഗോവിന്ദമേനോനെ സംബന്ധിച്ച്. അപ്പം നെഹ്റു പറഞ്ഞു, നോക്കട്ടെ, എന്താ, ഞാൻ കണ്ടതായിട്ട് ഓർക്കണില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം പ്രധാനമന്ത്രി വന്നിട്ട് മത്തായിയുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ പിള്ളയുടെ ഒരു നോട്ട് വന്നിട്ട് അത് എനിക്ക് വന്നിട്ടില്ലല്ലോ മത്തായി, എന്താ? അപ്പം അത് ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ പനമ്പള്ളി ഗോവിന്ദമേനെ ഒരു വിദേശകാര്യ നയതന്ത്ര പ്രതിനിധിയായിട്ട് ഏതെങ്കിലും വിദേശ ഓഫീസിൽ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് അങ്ങേക്ക് ഇപ്പം തന്നെ അയക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ എഴുതി വെച്ചു. അതിനകത്ത് ഈ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചൊരു വിദേശ രാജ്യത്ത് പ്രതിനിധിയായിട്ട് പോകാൻ പറ്റുമോ എന്നറിയാൻ ഞാൻ അദ്ദേഹത്തെ ഡിന്നറിന് വിളിച്ചിരുന്നു. മത്തായി എഴുതിയേക്കുക, അദ്ദേഹം കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഡിന്നറിന്. ആ ഡിന്നറിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒരു വിദേശകാര്യ പ്രതിനിധിയായിട്ട്, ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ഒരു വിദേശ രാഷ്ട്രത്തിൽ പോയി പെരുമാറാനോ ടേബിൾ മാനേഴ്സോ അതൊന്നും അദ്ദേഹത്തിന് നിശ്ചയമില്ല. അദ്ദേഹത്തിനെ അയക്കാതിരിക്കുകയാണ് ഭേദം. ഈ പൊസിഷൻ അദ്ദേഹത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇതിന് ആവാനായിട്ടുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നെഹ്റുവിന് ഇയാളും കത്തയച്ചു. അത് വേറൊരു കടലാസിനകത്ത് വെച്ചിട്ട് നെഹ്റു ഇതും കണ്ട് പിന്നെ അതിൻ്റെ പുറകെ ഈ പിള്ളയും സർദാർ പട്ടേലായിട്ട് സംസാരിച്ച വിവരം നെഹ്റുവിന് അറിയില്ലായിരുന്നു. പിള്ളേനെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ അയച്ച നോട്ട് എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധ, വിദേശകാര്യ സർവീസിലേക്ക് ആളെ അപ്പോയിൻ്റ് ചെയ്യണമെങ്കിൽ അത് എൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, നിങ്ങളോട് അങ്ങനെ ഒരു പ്രപ്പോസൽ അയക്കാൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു നോട്ട് തയ്യാറാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വഴിയാണല്ലോ അയച്ചത്, അതിൻ്റെ അങ്ങയുടെ ഓഫീസിലേക്ക് അയക്കാൻ പറഞ്ഞാൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും പനമ്പള്ളി ഗോവിന്ദമേനോന് നമ്മുടെ മത്തായിയുടെ യോഗ്യതാ നിർണയം അതിനകത്ത് പാസ്സാവാൻ പറ്റിയില്ല. ഇത്രയും വലിയ വക്കീലല്ലായിരുന്നോ, ഇന്ത്യ അറിയപ്പെടുന്നൊരു വിഖ്യാതനായ വക്കീലായിരുന്നു അദ്ദേഹം, പനമ്പള്ളി ഗോവിന്ദമേനോൻ. കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വക്കീലായിരുന്നു. ആ വക്കീലിനെ മത്തായിയുടെ പ്രധാനമന്ത്രിയുടെ സ്റ്റെനോഗ്രാഫർ തീരുമാനിക്കണു, ഇയാൾക്ക് ടേബിൾ മാനേഴ്സ് ഇല്ല, ഡിന്നർ മാനേഴ്സ് ഇല്ല, എറ്റിക്കറ്റ് എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ഇയാളെ ആക്കരുതെന്ന് എഴുതിയത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പദവിക്ക് യോഗ്യനല്ല ഇയാളെന്ന് എഴുതി പാവം പനമ്പള്ളി ഗോവിന്ദമേനോൻ തിരിച്ചു പോകുന്നു കേരളത്തിലേക്ക് എന്നാണ് ചരിത്രം ഒരു ഭാഗമുള്ളത്. പിന്നെ അതുകൂടാണ്ട് വി കെ കൃഷ്ണമേനോനെ പറ്റി അങ്ങ് പറഞ്ഞല്ലോ. വി കെ കൃഷ്ണമേനോനെ പറ്റി പറയുന്ന അദ്ദേഹം ലണ്ടനിലായിരിക്കുന്ന ഹൈക്കമ്മീഷണറായിരിക്കുന്ന സമയത്ത് ജോലിയൊന്നും ശരിക്കും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കിട്ടി. അതിന് പ്രധാനമന്ത്രി എന്നെ പറഞ്ഞയച്ചു. ഞാൻ ചെന്നപ്പോൾ പുള്ളി ബോധമില്ലാതിരിക്കണ കാഴ്ചയാണ് കണ്ടത്. അതിനെ വിളിച്ചുകൊണ്ട് പോയി, എന്നിട്ട് നിങ്ങൾ ഇത് ശരിക്ക് കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ വി കെനെ മോശമാക്കാവുന്ന വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ കാറിൽ പോവുമായിരുന്നു നെഹ്റുവും വി കെയും മത്തായിയും കൂടെ. അപ്പം നെഹ്റു ഫ്രണ്ട് സീറ്റിലായിരുന്നു ഇരുന്നത്, വി കെയും മത്തായിയും പുറകിലെ സീറ്റിൽ ബാക്ക് സീറ്റിലിരുന്നു. അപ്പോൾ വി കെ ചോദിച്ചു, I don't know how long I will have to do this backseat driving. നെഹ്റുവിനെ ഞാനാണ് നയിക്കുന്നതെന്ന് വി കെ കൃഷ്ണമേനോൻ പറഞ്ഞു എന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ദാറ്റ് മീൻസ് വി കെ ഒരു അഹങ്കാരിയായിരുന്നു. നെഹ്റുവിനെ കൊണ്ടുനടക്കുന്ന ആൾ ഞാനില്ലെങ്കിൽ നെഹ്റു ഇല്ല. ഹൗ ലോങ് ഐ ഡു ദിസ് ബാക്ക്സീറ്റ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു എന്നൊക്കെ അങ്ങനെയൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അത് അങ്ങ് പറഞ്ഞതിലൊരു സംഭവമുണ്ട്. ഈ വി കെ കൃഷ്ണമേനോനെ എവിടെയെങ്കിലുമൊക്കെ ടാറടിക്കാനുള്ള സാഹചര്യം ഉണ്ടോ അതൊക്കെ അദ്ദേഹം നോക്കിയിട്ടുണ്ട്.
വി കെ കൃഷ്ണമേനോൻ അത്ര മോശമായിരുന്നില്ല. കാരണം അദ്ദേഹം നമ്മുടെ ഫീൽഡ് മാർഷൽ മാനക്ഷോ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരിക്കൽ പറഞ്ഞ സംഭവമല്ലേ ഇത്. അത് ജനറൽ തിമ്മയ്യ കരസേന മേധാവിയായിരുന്നു. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചീഫ് ഓഫ് സ്റ്റാഫാണ് ജനറൽ തിമ്മയ്യനെ. അതെ, ജനറൽ തിമ്മയ്യനെ വി കെ കൃഷ്ണമേനോന് ഇഷ്ടമല്ലായിരുന്നു. വി കെ കൃഷ്ണമേനോൻ ഒരിക്കൽ പൂർവ്വ മേഖലയിൽ സന്ദർശനം നടത്തിയപ്പോൾ മനക്ഷയാണ് അവിടുത്തെ കമാൻഡർ പൂർവ്വ മേഖല. അപ്പോൾ ചോദിച്ചു, ഈ തിമ്മയ്യ ആളെങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മിസ്റ്റർ മിനിസ്റ്റർ, മനക്ഷ പറഞ്ഞ വാചകം ഇതാണ്, ഹിയർ ആഫ്റ്റർ ഡോണ്ട് ആസ്ക് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ടു എനി ആർമി ഓഫീസേഴ്സ്. ഞാൻ ഇന്ന് എൻ്റെ ഇവിടുത്തെ കമാൻഡറാണ്, എൻ്റെ ബോസാണ് ജനറൽ തിമ്മയ്യ. ഞാൻ തിമ്മയ്യ ഇരിക്കേണ്ട കസേരയിൽ ഞാൻ ഇരിക്കാനുള്ളതാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ. അന്ന് നിങ്ങൾ എൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുക, ആളെങ്ങനെയുണ്ട്, ആളെങ്ങനെയുണ്ട്. ഇത് രണ്ടാം തരം ഇടപാടാണ്, ശരിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് വി കെ കൃഷ്ണമേനോനോട് മനക്ഷയോടും വി കെ കൃഷ്ണമേനോന് ഭയങ്കര ദേഷ്യമായിരുന്നു. ഏതായാലും ഇത് നമുക്ക് കൂടുതൽ വി കെ കൃഷ്ണമേനോനെ പറ്റി പറഞ്ഞു, അല്ലെങ്കിലും നമുക്ക് അത്രയധികം അങ്ങനെ മഹത്വവൽക്കരിക്കേണ്ട ആളൊന്നുമല്ല. അല്ല, തീർച്ചയായും. കാരണം ഇപ്പോൾ 62 വാറിൽ നമ്മളിപ്പോൾ നെഹ്റുവിനെ ബ്ലെയിം ചെയ്യുന്നു, ഈ വാസ് അറ്റ് ദി ഹെം ഓഫ് ദ അഫയേഴ്സ്, പ്രൈം മിനിസ്റ്റർ ആണല്ലോ. പക്ഷെ ഇതാണെങ്കിൽ പോലും ആസ് എ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ റോളും അതിൽ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ലല്ലോ. അദ്ദേഹം മേടിച്ച അദ്ദേഹത്തിന്റെ നിർദ്ദേശം മേടിച്ച ജീപ്പുകളൊന്നും ഓടിയില്ല. ജീപ്പ് കുംഭകോണം എന്ന് പറഞ്ഞൊരു കേസിൽ ഒന്നാം പ്രതിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ആള് അത്ര സേഫ് ഫോർവേഡൊന്നുമല്ല. പിന്നെ മത്തായി പറയുന്നാലും മുഴുവൻ നമുക്ക് മൊബൈലിലേക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പിന്നത്തെ ക്വസ്റ്റ്യൻ. അല്ല, വേറെ ഒരു കാര്യമുണ്ട് സതീഷ്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ നാരോ മൈൻഡഡ്നെസ് കൊണ്ടായിരിക്കാം, ഈ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ ഇത്രയും വർഷമായിട്ടും തന്ത്രപ്രധാനമായ പൊസിഷൻസിലെല്ലാം തന്നെ ഇതുപോലുള്ള ഇന്ത്യ വിരുദ്ധരായ ക്രൈസ്തവർ കയറി പറ്റിയിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങ്? ഒന്നിപ്പോൾ എം ഒ മത്തായി, പിന്നെ വേറൊന്നും അതേപോലെയുള്ളതാണ് ഇപ്പോൾ വിൻസെന്റ് ജോർജ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ എത്രയോ പേരുണ്ടെന്നറിയാമോ, പല പൊസിഷനിൽ എത്തിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ ഉപദ്രവം നടത്തിയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ PC അലക്സാണ്ടർ എന്നൊക്കെ പറയുന്ന വ്യക്തിയോടൊന്നും എനിക്ക് അത്ര വലിയ ഒരു വായിച്ചെടുത്തോളം, അല്ലെങ്കിൽ മറ്റ് ഡൽഹിയിലുള്ള പല സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചെടുത്തോളം ഒരു ഹിന്ദുക്കളോട് നല്ല ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള പെരുമാറ്റമുള്ള ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ബേസിക്കലി എൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു ഏകം സത് വിപ്ര ഭഗവത വദന്തി എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. മറ്റേ സെമിറ്റിക് മതത്തിലെ ആൾക്കാർക്ക് അതില്ലല്ലോ. യു ഹാവ് ദ ലാസ്റ്റ് വേർഡ്. അടുത്ത അധ്യായമായിട്ട് നമുക്ക് ഇനി ഒരിക്കൽ കാണാം. നമുക്ക് തീർച്ചയായിട്ടും കാണാം. മത്തായിയെ പറ്റി കൂടുതൽ മത്തായിയുടെ സുവിശേഷം നമുക്ക് കൂടുതൽ ജനങ്ങളെ അറിയിക്കണം.